ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അപകടത്തിൽപ്പെട്ട ആളുകളുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതേസമയം ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ ഇതിനോടകം തന്നെ ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ കൂടുതൽ സേനാ വിഭാഗങ്ങളെയും അതോടൊപ്പം ഈ ആരോഗ്യ വിദഗ്ധരെയും എത്തിച്ചിട്ടുണ്ട്. ICU അടക്കമുള്ള സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയും വലിയ പൊള്ളലേറ്റിട്ടാണ് വന്നിട്ടുള്ളത്. ഇവരെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകുന്നതിന് ആവശ്യമായ നടപടികളാണ് പ്രധാനമായും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ തീ അണക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിമാനം തകർന്ന മേഖലയും അതോടൊപ്പം വിമാനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. ഈ വിമാനത്തിനകത്ത് അതായത് തകർന്നു വീണ് രണ്ടായി പിളർന്നിരിക്കുന്നതായാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 625 അടി ഉയരത്തിൽ പൊങ്ങിയ ശേഷമാണ് ഈ 1:40 കൂടി വിമാനം പൊടുന്നനെ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് തകർന്നു വീണത്. ഈ ഒരു ഘട്ടത്തിൽ ഈ വിമാനം രണ്ടായി പിളരുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കരിപ്പൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ ഉണ്ടായ സമാനമായിട്ടുള്ള ഒരു അപകടം തന്നെ ആണ് ഇത് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം ഈ വിമാനം അപകടത്തെ തുടർന്ന് രണ്ടായി പിളർന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിമാനത്തെ സമീപിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ വിമാനത്തിന് അകത്ത് എത്രത്തോളം മൃതദേഹങ്ങൾ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവർ അടക്കമുണ്ട് എന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും ഊർജിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ 40 മൃതദേഹങ്ങൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് മരണപ്പെട്ടിട്ടുള്ളത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പേർ, എത്ര പ്രായമായവർ എന്നതടക്കമുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ 133 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കാവുന്നത്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കും എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതരും പങ്കുവെക്കുന്നത്.